ചെമ്പൻ മുടി സംഘം. ഡോക്ടർ വാട്സൺ ഹോംസിനെ കാണാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഒരു ചെമ്പൻ മുടിക്കാരൻ ചെറുപ്പക്കാരനുമായി അദ്ദേഹം സംഭാഷണത്തിലായിരുന്നു. പുഷ്ടിയും പ്രസരിപ്പുമുള്ള ഒരു ചെമ്പൻ തലമുടിക്കാരൻ. വാട്സൺ വരൂ, സമയത്തിന് തന്നെ എത്തിയതിൽ സന്തോഷം, ഹോംസ് പറഞ്ഞു. തിരക്ക് കൂടുതലാണല്ലേ? അതെ, വാട്സൺ പറഞ്ഞു. ഞാൻ അങ്ങോട്ടിരുന്നോളാം. അത് വേണ്ട കേട്ടോ വിൽസൺ, എന്റെ കേസുകളിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള എന്റെ ആത്മമിത്രമാണ് ഡോക്ടർ വാട്സൺ. നിങ്ങളുടെ കേസിലും ഇദ്ദേഹത്തിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഉയരം കൂടിയ വിൽസൺ എന്ന ആ ചെമ്പൻ മുടിക്കാരൻ വാട്സനെ സ്വാഗതം നോക്കി. നോക്കൂ വാട്സൺ, ചാരുകസേരയിൽ അമർന്നിരുന്ന് ഹോംസ് പറഞ്ഞു. എനിക്ക് ഏറ്റെടുക്കുന്ന കേസുകളിൽ താങ്കൾക്കുള്ള താല്പര്യം ബോധ്യമുണ്ട്. താങ്കളുടെ കുറിപ്പുകളിൽ പരമാവധി നിറം പിടിപ്പിച്ച് അവ വർണ്ണിക്കാറുമുണ്ട്. അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഈ കേസ് കേൾക്കൂ, ഏറെ രസകരമായിരിക്കും. വിൽസൺ തന്നെ അത് വിവരിച്ചു കേൾപ്പിക്കും. ഒരിക്കൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും വീണ്ടും കേൾക്കാൻ എനിക്കും കൗതുകമുണ്ട്. വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. അത് എനിക്കും പ്രയോജനപ്പെടും. ഇങ്ങനെ ഒരു കേസ് ആദ്യമായാണ്. വിൽസൺ പഴയൊരു പത്രക്കടലാസിന്റെ പരസ്യങ്ങളുള്ള ഭാഗം കീറിയെടുത്ത് സൂക്ഷിച്ചിരുന്നത് കീശയിൽ നിന്നെടുത്തു. ഒരു പൊങ്ങച്ചക്കാരനായ കച്ചവടക്കാരന്റെ ഭാവത്തോടെ അത് നിവർത്തി. വാട്സൺ അയാളെ കണ്ടു കഴിഞ്ഞു. കറുത്ത കോട്ടും ചാരനിറത്തിലുള്ള ഓവർകോട്ടും വേഷം. ഏലസ് പോലെ എന്തോ ഒന്ന് കഴുത്തിലുണ്ട്. പഴഞ്ചൻ ഒരു തൊപ്പി സമീപത്തുണ്ട്. തലമുടി നന്നായി ചെമ്പിച്ചിട്ട് മുഖത്ത് നൈരാശ്യം. ഹോംസ് പറഞ്ഞു. നന്നായി ജോലി ചെയ്തിരുന്ന കക്ഷിയാണ്. പൊടി വലിക്കും. ഫ്രീ മേസൺ. ചൈന സന്ദർശിച്ചിട്ടുമുണ്ട്. എഴുതും. ഇത്രയും ഞാൻ അനുമാനിക്കുന്നു. വിൽസൺ പത്രം താഴ്ത്തി അത്ഭുതത്തോടെ ചോദിച്ചു. ഇതൊക്കെ താങ്കളോട് ആര് പറഞ്ഞു? ഞാൻ കപ്പലിൽ പണിയെടുത്തിട്ടുമുണ്ട്. നിങ്ങളുടെ കൈകളും അതിലെ മാംസപേശികളും അക്കാര്യം വിളിച്ചു പറയുന്നു, ഹോംസ് പറഞ്ഞു. പിന്നെ ഓരോ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞതൊക്കെ വിൽസൺ തലകുലുക്കി സമ്മതിച്ചു. ചൈനയിൽ പോയെന്നതിന് തെളിവായി മണിബന്ധത്തിലെ പച്ചകുത്തലും ചൂണ്ടിക്കാണിച്ചു. റിസ്റ്റ് വാച്ചിന്റെ ചെയിനിൽ കൊരുത്തിട്ടിരുന്നത് ഒരു ചൈനീസ് നാണയവും. വിൽസൺ ഉറക്കെ ചിരിച്ചു. വല്ല മന്ത്രവിദ്യയുമാണെന്ന് ഞാൻ കരുതി. പക്ഷെ താങ്കൾ എത്ര എളുപ്പത്തിലാണ് തെളിവുകൾ കണ്ടെത്തിയത്? വിൽസൺ ആ പത്രപരസ്യം വാട്സന് ചൂണ്ടിക്കൊടുത്തു. താങ്കൾ തന്നെ വായിക്കൂ. ആ പരസ്യം ഇങ്ങനെ: ആവശ്യമുണ്ട്, അധ്വാനമില്ലാത്ത ജോലി, ആഴ്ചയിൽ 4 പവൻ ശമ്പളം, അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ഏശക്കിയ ഹോപ്കിൻസിന്റെ ചെമ്പൻമുടി സംഘത്തിൽ ഒരു ഒഴിവുണ്ട്. സ്വസ്ഥ ബുദ്ധിയുള്ള ഏതൊരു ചെമ്പൻമുടിക്കാരനും അപേക്ഷിക്കാം. തിങ്കളാഴ്ച 11-ന് ഫ്ലീറ്റ് തെരുവിലെ പോപ്സ്കോട്ട് 7-ാം നമ്പറിൽ ചെന്ന് ഡങ്കൻ റോസിനെ സന്ദർശിക്കുക. ഒന്നും മനസ്സിലാവാത്ത ഭാവത്തോടെ വാട്സൺ ഹോംസിനെ നോക്കി. ഹോംസ് ചിരിക്കുകയാണ്. വിൽസൺ തുടർന്ന് പറയട്ടെ ഡോക്ടർ. പത്രത്തിന്റെ പേരും തീയതിയും കുറിച്ചോളൂ. 1890 ഏപ്രിലെ മോർണിംഗ് സ്റ്റാർ പത്രം. പരസ്യം 2 മാസം മുമ്പത്തേത്. വിൽസൺ പറഞ്ഞു. എനിക്ക് ചെറിയ തോതിലൊരു ബിസിനസ് ഉണ്ട്. പണ്ടം പണയത്തിനെടുക്കും. കോബർ ജംഗ്ഷനിലാണ് സ്ഥലം. 2 ജോലിക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ. അയാൾക്കാണെങ്കിൽ പകുതി ശമ്പളം മതി താനും. ജോലി പഠിക്കുകയാണ് ആവശ്യമെന്നയാൾ പറഞ്ഞു. ആ കരുണാമയന്റെ പേര്? ഹോംസ് ചോദിച്ചു. വിൻസെന്റ് സ്പാൾട്ടിംഗ്. തീരെ ചെറുപ്പമല്ല, നല്ല ചുറുചുറുക്ക്. കുറഞ്ഞ ശമ്പളവും പറ്റി ഉത്സാഹിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടുക ഭാഗ്യം തന്നെ. അയാളെ കുറിച്ച് മറ്റെന്തെങ്കിലും? പടം പിടിപ്പിലൊരു ഭ്രാന്തുണ്ട്. ഇടയ്ക്കിടെ ക്യാമറയുമായി ഇറങ്ങും. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള വെപ്രാളവും. അതിനായി എന്റെ വീടിന്റെ നിലവറയാണ് ഉപയോഗിക്കാറുള്ളത്. ഇയാളെ കൂടാതെ തൂത്തുവാരാനും അടുക്കള ജോലിക്കുമായി ഒരു പെൺകുട്ടിയും ഉണ്ട്. എനിക്ക് ഭാര്യയില്ല. 2 മാസം മുമ്പ് ഈ പത്രവുമായി സ്പാൾഡിംഗ് വന്ന് എന്നെ ഈ പരസ്യം കാണിച്ചു. ഇതാ കണ്ടോ. എനിക്ക് ചെമ്പൻമുടി ഉണ്ടായിരുന്നെങ്കിൽ ചെമ്പൻമുടി സംഘത്തിന് ഒരാളെ വേണം. എനിക്കതില്ല. നിങ്ങൾക്ക്? അതെന്തു സംഘം? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. അങ്ങനെ ഒരു സംഘമുണ്ട്. താങ്കളാണെങ്കിൽ ആ യോഗ്യത തികഞ്ഞ വ്യക്തിയും. വർഷം 200 പവനാണ് ശമ്പളം. ജോലി കുറവുമാണ്. ഇവിടുത്തെ ബിസിനസ് തുടർന്നുകൊണ്ട് താങ്കൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം. എനിക്ക് താല്പര്യം കൂടി. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടന്നു. ഒരൊഴിവേയുള്ളൂ. അമേരിക്കക്കാരനാണ് സംഘത്തിന്റെ സ്ഥാപകനായ ചെമ്പൻ മുടിക്കാരൻ. ചെമ്പൻ മുടിക്കാരെ മാത്രം അയാൾ സ്നേഹിച്ചു. വമ്പിച്ച സ്വത്ത് മൂലധനമാക്കി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. നിയമനം കിട്ടുന്നവർക്ക് കനത്ത ശമ്പളം. ഒരുപാട് ചെമ്പൻ മുടിക്കാർ അപേക്ഷിക്കാതിരിക്കുമോ? എനിക്ക് തന്നെ കിട്ടണമെന്നില്ലല്ലോ എന്ന് ഞാൻ. ചുമ്മാ. ചെമ്പൻ മുടി പോരാ, ചെമ്പിച്ച തിളക്കമുള്ള മുടിയുള്ളവർ ചുരുക്കമാണ്. അങ്ങിങ്ങ് ചെമ്പിച്ച മുടിയല്ല വേണ്ടത്. താങ്കളുടേതുപോലെ വേണം. താങ്കൾ ചെന്നാൽ ജോലി ഉറപ്പ്.
200 പവൻ ചുമ്മാ കിട്ടുന്നത് പോലെ ഓരോ വർഷവും ഇങ്ങു പോരും എന്നയാൾ പറഞ്ഞു. വീണ്ടും വീണ്ടും ഞാൻ അറിയാതെ തലമുടി തഴുകിപ്പോയി. വിൻസെന്റ് സ്പാൾഡിംഗ് എന്നെ ഉത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഞാൻ കടപൊട്ടി അയാൾക്കൊപ്പം ഇറങ്ങി. ഫ്ലീറ്റ് തെരുവിലെത്തവേ അവിടെ ചെമ്പൻ തലക്കാരെ കൊണ്ട് കാല് വെക്കാൻ ഇടമില്ല. പലതരം ചെമ്പന്മാർ. കാൽച്ചെമ്പൻ, അരച്ചെമ്പൻ, മുക്കാൽ ചെമ്പൻ, മുഴുച്ചെമ്പൻ, കൂട്ടത്തിൽ ഞാനും. യോഗ്യന്മാരുടെ ബാഹുല്യം കണ്ട് എനിക്ക് നിരാശയാണ് തോന്നിയത്. മടങ്ങിപ്പോരാനും ഒരുമ്പെട്ടു. പക്ഷേ സ്പാൾഡിംഗ് നിർബന്ധിച്ച് പിടിച്ചു നിർത്തി. മുഖാമുഖത്തിന് നിൽക്കുന്നവരുടെ ക്യൂവിലേക്ക് അയാൾ എന്നെ പിടിച്ചു നിർത്തി. അയോഗ്യരായി തിരിച്ചിറങ്ങുന്നവരുടെ മറ്റൊരു നിര അപ്പുറത്ത്. ഒരുവിധം അകത്ത് കടന്നു. അവിടെ 2 പഴഞ്ചൻ കസേരയും വീഞ്ഞ പലകയടിച്ചൊരു മേശയും അതിനു പിന്നിലൊരു കുള്ളൻ മനുഷ്യനും. അയാളുടെ തലമുടി ചെമ്പനിലും ചെമ്പൻ. കടന്നു ചെല്ലുന്ന ചെമ്പനെ ഒന്നു മാത്രം നോക്കി എന്തോ പിറുപിറുക്കും. പോകാൻ കൈ കാണിക്കും. എനിക്കും അത് തന്നെ വിധിയെന്ന് കരുതി ഞാൻ ചെന്നു. എന്നെ കണ്ടതും ആ ചെമ്പൻ കുള്ളന്റെ മുഖഭാവം മാറി. സന്തോഷം തുടിക്കുന്ന മുഖത്തോടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കഥ കടച്ചായി സംഭാഷണം. എന്റെ ജോലിക്കാരൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ആളെ പിടിച്ചു, കുള്ളൻ പറഞ്ഞു. എന്റെ രോമാഞ്ചത്തിനും ചെമ്പൻ നിറം. ഇത്രയും യോഗ്യനായ ഒരാൾ വന്നിട്ടില്ല, വരാനുമില്ല. അയാൾ എന്റെ തലയ്ക്ക് ചുറ്റും വട്ടം പിടിച്ചു നടന്നു. പിന്നെ ആർത്തിയോടെ ഒരു ഹസ്തദാനം. മുടി കൃത്രിമമോ എന്നറിയാനെന്ന മട്ടിൽ എന്റെ മുടി അയാൾ പിടിച്ചു വലിച്ചു. കണ്ണിൽ പൊന്നീച്ച പറന്നു. ക്ഷമിക്കണേ, ചതിവ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. തട്ടിപ്പിന്റെ കാലമല്ലേ എന്ന ക്ഷമാപണവും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിരാശ കൊണ്ട് ചെമ്പൻ തലകൾ തെരുവിലേക്ക് ഒഴുകി. അകത്ത് 2 എണ്ണം, ഞാനും കുള്ളനും. ഡങ്കൻ റോസ് എന്ന കുള്ളൻ മാനേജർ കുശലം അന്വേഷിച്ചു. ട്രസ്റ്റിന്റെ സ്ഥാപകനെ വാഴ്ത്തി. ഞാൻ വിവാഹം കഴിക്കാത്തതിൽ പരിതപിച്ചുകൊണ്ട് പറഞ്ഞു, ചെമ്പൻ മുടിവംശം അന്യം നിന്നുകൂടാ. എന്നു മുതൽ ജോലി ഏറ്റെടുക്കാം? ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ട്. അത് ഞാൻ തന്നെ നോക്കിക്കോളാം, സ്പാൾഡിംഗ് പെട്ടെന്ന് പറഞ്ഞു. സമയം ഞാൻ ചോദിച്ചു. രാവിലെ 10 മുതൽ 2 വരെ. ഞാൻ ആലോചിച്ചു. എന്റെ കടയിൽ 2-ന് ശേഷമാണ് തിരക്ക്. അതുവരെ നോക്കാൻ ഒരു വിശ്വസ്തനായ ജോലിക്കാരനുമുണ്ട്. അതും പകുതി ശമ്പളത്തിൽ. അത്രയും സമയം എനിക്ക് നല്ല വരുമാനവും കിട്ടും. ആഴ്ചയിൽ 4 പവൻ ശമ്പളം തരും, കുള്ളൻ പറഞ്ഞു. ജോലി മറ്റൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. 10-നും 2-നും ഇടയിൽ പുറത്തിറങ്ങാൻ പാടില്ല. ആ നിയമം തെറ്റിക്കാനേ പാടില്ല. അസുഖമായാലും മറ്റെന്താവശ്യമായാലും ഈ 4 മണിക്കൂർ സമയം ഇവിടെ തങ്ങിയേ മതിയാവൂ. എങ്കിലും ജോലി. എൻസൈക്ലോപീഡിയ വള്ളി പുള്ളി വിടാതെ പകർത്തണം. കടലാസ് ഇവിടെയുണ്ട്. പേന കരുതണം, മഷിയും. നാളെ തുടങ്ങിയാൽ അത്രയും നല്ല കാര്യം. സുഖ ജോലി. ഞാൻ പറഞ്ഞു പോയി. നാളെ വരാം. നിങ്ങൾക്കും ചെമ്പൻ മുടിക്കും അഭിനന്ദനങ്ങൾ. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഈ നിയമനത്തിൽ എന്തോ തട്ടിപ്പ് മണക്കുന്നില്ലേ എന്നെനിക്ക് തോന്നി. എൻസൈക്ലോപീഡിയ പകർത്തി എഴുതി ആർക്കെന്ത് ഗുണം വരാൻ? അതിന് ആഴ്ചയിൽ 4 പവൻ ശമ്പളമോ? ഇങ്ങനെ ഒരു നശിച്ച ആഗ്രഹം. മരണപത്രത്തിൽ എഴുതി വെച്ചത് ഒരു മണ്ടനല്ലാതെ മറ്റാരുമാകില്ല. എന്തായാലും പോയി നോക്കാം. ചെമ്പൻമുടി കോതി മിനുക്കി ഒരു പേനയുമായി 10 മണിക്ക് തന്നെ ഞാൻ ചെന്നു. കുള്ളൻ മാനേജർ എത്തിയിട്ടുണ്ട്. പുസ്തകവും പേപ്പറും മേശപ്പുറത്തുണ്ട്. ഇനി എയിൽ തുടങ്ങുകയേ വേണ്ടു. അത് പറഞ്ഞ് കുള്ളൻ പുറത്തിറങ്ങി. ഒരാഴ്ച കഴിഞ്ഞു. ആദ്യ ശമ്പളം 4 പവൻ കിട്ടി. അത് കിട്ടിയപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ലാഭനഷ്ടങ്ങൾ ആർക്കെന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. അപ്പം തിന്നുക. കുഴി എ മുതൽ ഇസഡ് വരെ എത്രയെന്ന് എന്തിനോർക്കണം? ജോലി തുടർന്നു. ബിയിൽ കൈവച്ചു. എയുടെ കടലാസ് തന്നെ വലിയൊരു കെട്ടായി. ഇപ്പോൾ കുള്ളനിടയ്ക്ക് വല്ലപ്പോഴും വന്നാലായി, ഇല്ലെങ്കിലായി. പറഞ്ഞ 4 മണിക്കൂറിനിടയിൽ പുറത്തേക്കൊന്ന് എത്തി നോക്കാതിരിക്കാൻ പോലും ഞാൻ ശ്രദ്ധിച്ചു. വ്യവസ്ഥ തെറ്റിയാൽ കൈവിടുന്നത് ആഴ്ചയിൽ 4 പവൻ. 8 ആഴ്ച കഴിഞ്ഞു. പെട്ടെന്നെല്ലാം നിലച്ചു. ആകെ കിട്ടിയത് 32 പവൻ. ഇനിയും കിട്ടാനുള്ളത് ഓർത്താൽ. അതെ, ചെമ്പൻ മുടിക്കാരൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ജോലിക്കായി ചെന്നു. അവിടം തുറന്നിട്ടില്ല. വാതിൽക്കലൊരു ബോർഡ് തൂങ്ങുന്നു. ഞാനത് എടുത്തു. ഇതാണത്. ഹോംസ് അത് വാങ്ങി വായിച്ചു. ചെമ്പൻ മുടി സംഘം പിരിച്ചുവിട്ടു. 9/10/1890. വാട്സണും ഹോംസിനും പൊട്ടിച്ചിരിച്ചത് ഒരുമിച്ച്. പരിഹസിക്കരുത് സാർ. അയാൾ എണീറ്റു. ഇരിക്കും, ഹോംസ് പറഞ്ഞു. ഇതൊരു സാധാരണ കേസല്ല, പക്ഷെ ചിരിക്കാൻ വകയുള്ളതുമാണ്. സർ, ഞാൻ ആ കുള്ളൻ മാനേജറെ കുറിച്ച് അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരക്കി. ആർക്കും അറിയില്ല. കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത ഉടമസ്ഥൻ ചെമ്പൻ മുടി സംഘം എന്ന് കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ 4-ാം നമ്പറിലെ താമസക്കാരനായ ഒരു ചെമ്പൻ മുടിക്കാരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ വീട് ഒഴിഞ്ഞിരുന്നു. ഇപ്പോൾ അയാൾ കിങ് എഡ്വേർഡ് സ്ട്രീറ്റിലെ 17-ാം നമ്പറിലാണ്. അവിടെ പോയപ്പോൾ അയാളെ കുറിച്ചോ ഡങ്കൻ റോസിനെ കുറിച്ചോ ആർക്കും അറിയില്ല. എന്റെ കടയിലെ അസിസ്റ്റന്റിനോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞത്
അറിയിപ്പ് അവർ അയച്ചു തന്നേക്കുമെന്നാണ്. പക്ഷെ എന്റെ സംശയങ്ങൾ തീരുന്നില്ല. അത് തീർക്കാനാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് നഷ്ടമുണ്ടായെന്ന് പറഞ്ഞുകൂടാ. ഹോംസ് ചിരിച്ചു. ഇതുവരെ 32 പവനും കുറെ വാക്കുകളുടെ പരിചയവും കിട്ടിയില്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ സത്യാവസ്ഥ ഞങ്ങൾക്കും അറിയണം. നിങ്ങളുടെ അസിസ്റ്റന്റ് എത്ര നാൾ മുമ്പാണ് നിങ്ങൾക്കൊപ്പം എത്തിയത്? 6 മാസം മുമ്പ്. ഞാൻ കൊടുത്തൊരു പരസ്യം നോക്കി വന്നതാണ്. വേറെ 10-12 പേരും വന്നിരുന്നു. ഇയാൾ മാത്രം പകുതി ശമ്പളം മതിയെന്ന് പറഞ്ഞു. നന്നായി ജോലിയെടുക്കും. വിൻസെന്റ് സ്പാൾഡിംഗ്, 30 വയസ്സ് വരും. മുഖത്ത് മുടിയില്ല, നെറ്റിയിലൊരടയാളം പൊള്ളിയതുപോലെയുണ്ട്. കാതുകൾ തുളച്ചിരുന്നു. ഹോംസ് ചോദിച്ചു. അതെ. അയാൾ ഇപ്പോഴും ഉണ്ടല്ലോ? ഉണ്ട്. പോന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. ഒരു പരാതിയും ഇതുവരെ വരുത്തിയിട്ടില്ല. വിൽസൺ, തിങ്കളാഴ്ച നമുക്ക് കാണാം. അയാൾ ഇറങ്ങി. ഹോംസ് പൈപ്പിന് തീ കൊടുത്തു. കുറച്ചു നേരം എന്നോടൊന്നും ചോദിക്കാതിരിക്കുക. ഹോംസ് കണ്ണടച്ച് ചാരുകസേരയിലേക്ക് ചാഞ്ഞു. വാട്സണും ഒന്ന് മയങ്ങാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് ഹോംസ് എണീറ്റ് ചുണ്ടിൽ നിന്ന് പൈപ്പ് മാറ്റിവെച്ചു. വാട്സൺ, നമുക്കിന്ന് വൈകിട്ട് സെന്റ് ജെയിംസ് ഹാളിലെ ആ കച്ചേരി കേൾക്കാൻ പോണം. ഇന്നത്തേക്ക് രോഗികൾക്കൊരു അവധി കൊടുത്തുകൂടെ? ഇപ്പോൾ രോഗികൾ കുറവാണ്. ഒരു ഭൂഗർഭ പാതയിലൂടെ സഞ്ചരിച്ച് അവർ സാക്സോബർഗ് ജംഗ്ഷനിലെത്തി. ഇവിടമാണ് കഥയിലെ കേന്ദ്രസ്ഥാനം. തെരുവിന്റെ ഇരുഭാഗത്തും 2 നില കെട്ടിടങ്ങളുടെ നിര. ചപ്പുചവറുകൾ നിറഞ്ഞ തെരുവിൽ പലയിടത്തും മുൾച്ചെടി പടർപ്പുകൾ. ഒരു ഭാഗത്തൊഴിഞ്ഞ് ആ ബോർഡ് കണ്ടു. ജാബേഴ്സ് വിൽസൺ, നമ്മുടെ കഥാപാത്രത്തിന്റെ ഓഫീസ്. ഹോംസ് പലയിടത്തേക്കും കണ്ണു പായിച്ചു. ഓരോ വീടിനു മുന്നിലേക്കും നടന്നു ചെന്ന് നോക്കി. പിന്നെ ചെമ്പൻ മുടിക്കാരൻ കഥാപാത്രത്തിന്റെ വീടിനു മുന്നിലെ നടപ്പാതയിൽ വടികൊണ്ട് ഇടിച്ചു നോക്കി. വാതിൽ മുട്ടവേ ഒരു യുവാവെത്തി. സ്ട്രാൻഡിയയിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഹോംസ് ചോദിച്ചു. ദാ അവിടെ 3-ാമത്തെ വളവിൽ ഇടത്തോട്ട്. അയാൾ വാതിലടച്ചു. ഇവനെ എനിക്കറിയാം, ഹോംസ് പറഞ്ഞു. ലണ്ടനിലെ സമർത്ഥനായ സാഹസികനാണ്. നമ്മുടെ വിൽസന്റെ ഈ സഹായി ചെമ്പൻ മുടി സംഘത്തിന്റെ ഭാഗമാണല്ലേ? വാട്സൺ ചോദിച്ചു. അയാളെ കാണാനല്ല വിളിച്ചത്, അയാളുടെ കാൽമുട്ടുകൾ കാണാൻ. നടപ്പാതയിൽ വടികൊണ്ട് കുത്തിയതോ? നമുക്ക് സാക്സ് കോബർഗിന്റെ പിന്നാമ്പുറം കാണേണ്ടിയിരിക്കുന്നു. സാക്സ് കോബർഗിനപ്പുറം തിരക്കുള്ളൊരു നഗരവീതിയായിരുന്നു. കമ്പോളങ്ങളുണ്ട്. ഹോംസ്, അവിടുത്തെ ഭൂസ്ഥിതി അരച്ചു കലക്കി കുടിച്ച മട്ടുണ്ട്. മോട്ടിമേഴ്സ് ഷാപ്പ്, പുകയിലക്കട, പത്ര ഏജൻസി. അത് കഴിഞ്ഞാണ് സിറ്റി ആൻഡ് സബർബൻ ബാങ്ക്. പിന്നെ കയറാനുള്ള റെസ്റ്റോറന്റ് ചൂണ്ടിക്കാണിച്ചു. കാപ്പികുടി കഴിഞ്ഞു. കച്ചേരിക്ക് സമയമായി. ഹോംസ് വയലിനിൽ വിദഗ്ധൻ മാത്രമല്ല, പാട്ടുകൾ കമ്പോസ് ചെയ്യാനും അറിയാം. നന്നായി താളം പിടിച്ച് അദ്ദേഹം കച്ചേരി ആസ്വദിച്ചു. അപ്പോൾ ഒരു കുറ്റാന്വേഷകന്റെ ഭാവഹാദികളെ അമുഖത്തില്ല. എങ്കിലും ആ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. കച്ചേരി കഴിഞ്ഞു. വാട്സൺ, ഒരു കൃത്യം നടക്കാനിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങൾ വീട്ടിൽ പോയി 10 മണിയോടെ വരണം. വരുമ്പോൾ തോക്ക് കരുതണം. ഹോംസ് പോയി. താൻ ഒപ്പം നടന്നിട്ടും കാണാത്ത എന്തോ ഒന്ന് ഹോംസ് കണ്ടിരിക്കുന്നു. കാര്യം എന്താകുമെന്ന് ചിന്തിച്ച് വാട്സൺ കെൻസിംഗ്ടണിലെ വീട്ടിലേക്ക് നടന്നു. വാട്സൺ പറഞ്ഞിരുന്നതുപോലെ ബേക്കർ സ്ട്രീറ്റിലെത്തവേ അവിടെ 2 കുതിരവണ്ടികൾ. ഹോംസിന്റെ മുറിയിലേക്ക് കയറുമ്പോൾ അകത്ത സംസാരം. 2 പേർ ഇരിക്കുന്നു. ഒരാൾ പോലീസ് ഡിറ്റക്റ്റീവ് പീറ്റർ ജോൺസ്. മെലിഞ്ഞ് ഉയരം കൂടിയ വിഷാദ ചായ കലർന്ന അപരൻ. മോടിയുള്ള വേഷത്തിലാണ്. ആ വന്നല്ലോ. വാട്സനെ കണ്ട് ഹോംസ് പറഞ്ഞു. കോറം പൂർത്തിയായി. വാട്സൺ, ജോൺസനെ നിങ്ങൾക്കറിയാം. ഇത് മെരിവെതർ. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ ഒരു കൂട്ടാളി. ഇന്നത്തെ ചീട്ടുകളി മുടങ്ങിയല്ലോ എന്നാണ് എന്റെ ദുഃഖം. മെരിവെതർ പറഞ്ഞു ചിരിച്ചു. മെരിവെതർ ദുഃഖിക്കേണ്ട, ഹോംസ് പറഞ്ഞു. ഇന്നത്തെ തുറുപ്പുകുലാൻ നമ്മുടെ കയ്യിലാണ്. 30,000 പവനാണ് പോരുന്നത്. ജോൺസിന്റെ വലയിലാകുന്നത് വൻ പുള്ളിയാണ്. തട്ടിപ്പ് വീരൻ, കൊലയാളി, തസ്കരൻ എല്ലാമാണ് ചെറുപ്പക്കാരനായ ജോൺ ക്ലേ. ജോൺ ക്ലേ ഒരു പ്രഭുവിന്റെ ചെറുമകനാണ്, ഡിറ്റക്റ്റീവ് ജോൺ പറഞ്ഞു. ഓക്സ്ഫോർഡിൽ പഠനം പൂർത്തിയാക്കിയ ജോൺ ക്ലേയുടെ തലച്ചോറും കരവിരുതും അപാരം. ഈ ആഴ്ച സ്കോട്ട്ലൻഡിൽ, അടുത്തയാഴ്ച കോൺവാലിൽ. ഇവിടെ അനാഥാലയത്തിനു വേണ്ടിയാകും കൊള്ളയടി. പല തെളിവ് കിട്ടിയിട്ടും ആളെ വലയിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അതിന് കഴിയുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. ഇൻസ്പെക്ടർ ജോൺസും മെരിവെതറും ആദ്യത്തെ വണ്ടിയിലും ഹോംസും വാട്സണും 2-ാമത്തെ വണ്ടിയിലും കയറി യാത്രയായി. ഹോംസ് അന്ന് ആസ്വദിച്ച രാഗങ്ങൾ ഒന്നുകൂടി അയവിറക്കി. വിളക്കുകൾ തെളിഞ്ഞു. വണ്ടികൾ ഫാരിങ്ടൺ തെരുവിലേക്ക് നടന്നു. മെരിവെതർ ഒരു ബാങ്കിന്റെ ഡയറക്ടറാണ്. ജോൺസ് ആത്മാർത്ഥതയുള്ളവനും. ഹോംസ് പറഞ്ഞു നിർത്തിയതും സ്ഥലമെത്തി. രാവിലെ ചെന്നു കണ്ട സ്ഥലം. മെരിവെതർ മുമ്പേ നടന്നു. ഒരിടുങ്ങിയ പാത പിന്നിട്ട് ഒരു വാതിൽക്കലെത്തി. അത് തുറന്ന് മെരിവെതർ ഇടനാഴിയിലൂടെ നടന്നു. ഒരു ഇരുമ്പ് വാതിൽ. അതും തുറന്നു. വളഞ്ഞ പടവുകളിറങ്ങി മറ്റൊരു വാതിൽക്കൽ ചെന്നു.
മെരി വെതർ ഒരു വിളക്ക് കത്തിച്ചു. ഇരുണ്ട വഴിയിലൂടെ നടന്ന് പിന്നെയും ഒരു വാതിൽ കടന്ന് അറയിലെത്തി. അവിടെ പെട്ടികളുടെ അടുക്കുവെച്ച നിര. ഹോംസ് വടി കൊണ്ട് നിലത്തിടിച്ചതും താഴേക്ക് പൊള്ളയാണെന്ന് ബോധ്യപ്പെട്ടു. ശബ്ദം പതുക്കെ എന്ന് ഹോംസ് ആംഗ്യം കാട്ടി. മെരി വെതർ, താങ്കൾ ആ പെട്ടിയുടെ പുറത്ത് വെറുതെ ഇരുന്നാൽ മതി. ഹോംസ് പലതും നിരീക്ഷിച്ചു. ലെൻസ് ഉപയോഗിച്ചു. പിന്നെ അത് കീശയിലാക്കി വെച്ചു. 1 മണിക്കൂർ കാത്തിരിക്കണം, ഹോംസ് പറഞ്ഞു. നമ്മുടെ ആ ചെമ്പൻ മുടിക്കാരൻ വിൽസൺ ഇറങ്ങിയാലേ അവർ പരിപാടി തുടങ്ങും. വാട്സന് മനസ്സിലായോ? ഈ മെരി വെതർ ഡയറക്ടറായ ബാങ്കിന്റെ ലോക്കർ സൂക്ഷിക്കുന്ന ജോലിയിലാണ് നമ്മളിപ്പോൾ. മെരി വെതർ അടക്കം പറഞ്ഞു. ഫ്രഞ്ച് സ്വർണമാണ് പെട്ടികളിൽ. കുപ്രസിദ്ധരായ ലണ്ടൻ ക്രിമിനലുകൾ അതാണ് നോട്ടമിട്ടിരിക്കുന്നത്. നമുക്കിനി ഇരുട്ടത്തിരിക്കാം. ഹോംസ് വിളക്ക് മറച്ചു വെച്ചു. മെരി വെതർ, ഷീറ്റ് കരുതലോടെ ഇറക്കണം. ഇതൊരു ചീട്ടുകളിയുടെ ഹരം പകരും. അവരവരുടെ സ്ഥാനത്ത് കരുതലോടെ ഇരിക്കുക. ഞാൻ വിളക്കു തെളിക്കും. അപ്പോൾ സംഘത്തെ വളയുക. വേണ്ടി വന്നാൽ റിവോൾവർ പ്രയോഗിക്കാൻ വാട്സൺ മടിക്കരുത്. അവർക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ചെമ്പൻ മുടിക്കാരൻ വിൽസന്റെ വീട്ടിലൂടെ മാത്രം. മുൻവാതിലിൽ ഇൻസ്പെക്ടറെയും 3 കോൺസ്റ്റബിൾമാരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസ് ഡിറ്റക്റ്റീവ് ജോൺ പറഞ്ഞു. കാത്തിരിപ്പ് നീണ്ടു. മണിക്കൂർ 1.25. ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം മാത്രം. പെട്ടെന്ന് ചുവടെ ഒരു പ്രകാശം. പിന്നെ ഒരു വിടവ് തെളിഞ്ഞു. അതിലൂടെ ഒരു കൈ, പെണ്ണുങ്ങളുടേതുപോലെ. അത് താണ് വീണ്ടും ഉയർന്നു. ഒരു കൽപ്പാളി ഇളകി മുകളിലേക്ക് വീണു. ഒരു തല പൊങ്ങി. പിന്നെ അത് ഉയർന്നു. ഒരാൾ മുകളിലെത്തി. അടുത്തയാൾക്ക് കൈ കൊടുത്തു. കയറി വന്നത് ഒരു ചെമ്പൻ മുടിക്കാരൻ. അയ്യോ ആർച്ചി, ചാടിക്കോ. കുഴപ്പം. ഹോംസ് വിളക്ക് തെളിഞ്ഞു. ഹോംസ് ചാടിയവന്റെ കോളറിൽ തൂക്കി. മറ്റവനും ചാടി. ജോൺസ് അവന്റെ ഉടുപ്പിൽ പിടികൂടി. ഉടുപ്പ് കീറിയതും അവന്റെ തോക്ക് ഉയർന്നു. ഹോംസിന്റെ വടി അവന്റെ കയ്യിൽ പതിച്ചു. തോക്ക് തെറിച്ചു. രക്ഷയില്ലടാ ജോൺ ക്ലേ, രക്ഷയില്ല. അങ്ങോട്ട് ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്, ഹോംസ് പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനം. ചെമ്പൻ മുടിക്ക് എന്റെയും അഭിനന്ദനം, ഹോംസ് പറഞ്ഞു. തമ്പുരാക്കന്മാർക്ക് കൈവള ചാർത്താൻ സമയമായി, ഇൻസ്പെക്ടർ ജോൺസ് പറഞ്ഞു. ഞങ്ങളുടെ കൊട്ടാരത്തിലേക്കുള്ള രഥം ഒരുങ്ങി നിൽപ്പാണ്. പുറത്തിറങ്ങവേ മെരി വെതർ ഹോംസിനും വാട്സനും അകമഴിഞ്ഞ് നന്ദി അറിയിച്ചു. ഭീകരമായ ഒരു കവർച്ചാ ശ്രമമാണ് നിങ്ങൾ തകർത്തത്. അങ്ങനെ ജോൺ ക്ലേയുമായുള്ള എന്റെ കണക്ക് തീർന്നു, ഹോംസ് പറഞ്ഞു. എനിക്ക് ചെലവായ ഒരു തുക മാത്രമേ താങ്കൾ തരേണ്ടതുള്ളൂ. ചെമ്പൻമുടി സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അനുഭവങ്ങളും വലിയൊരു സമ്പത്തായി ഞാൻ കരുതിക്കോളാം. നേരം പുലർന്നു. ബേക്കർ സ്ട്രീറ്റിലെ വസതിയിൽ ഒരു ഗ്ലാസ് വിസ്കിയും സോഡയും എടുത്തു വെച്ച് ഹോംസ് പറഞ്ഞു. നമ്മുടെ പണ്ടം പണയക്കാരൻ വിൽസനെ വീഴ്ത്താൻ ക്ലേ കണ്ടെത്തിയ ഉപായമാണ് ചെമ്പൻമുടി സംഘം. പകുതി ശമ്പളത്തിന് ഒരാളെ വിട്ടു. പിന്നെ പത്രപരസ്യം കാട്ടി ആഴ്ചയിൽ 4 പവൻ ശമ്പളം വാഗ്ദാനം ചെയ്തു. 2 മണിവരെ അയാളെ ആ വീട്ടിൽ നിന്നും അകറ്റാനുള്ള തന്ത്രം. പകുതി ശമ്പളം സമ്മതിച്ചവന് തീർച്ചയായും ആ വീട് വഴി എന്തോ കാര്യസാധ്യതയുണ്ടെന്നത് വ്യക്തം. പിന്നെ അയാളുടെ ഫോട്ടോ ഭ്രമം. ഫിലിമിന്റെ ഡെവലപ്പിൻ എന്ന മട്ടിൽ ഡാർക്ക് റൂം തേടി അയാൾ നിലവറയിലിരിക്കും. ഉടമസ്ഥനെ ദിവസവും മണിക്കൂറുകൾ മാറ്റി നിർത്തി അവിടെ തുരങ്കത്തിന്റെ പണി നടക്കും. തൊട്ടപ്പുറത്ത് ബാങ്ക് കെട്ടിടവും. അപ്പോൾ ലക്ഷ്യം അവിടേക്ക് തന്നെ. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 1-ാം തരം ലണ്ടൻ ക്രിമിനലും. ആ കെട്ടിടത്തിന് സമീപം വടികൊണ്ട് കുത്തവേ തുരങ്കത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ടെന്ന് ബോധ്യമായി. അന്ന് അയാളെ കണ്ടപ്പോൾ കാൽമുട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചു. കാൽമുട്ടിന്റെ ഭാഗത്ത് തുണി ഉരഞ്ഞ് തേഞ്ഞിരുന്നു. തുരന്നു കയറിയതിന്റെ അടയാളം. അപ്പുറത്ത് ബാങ്ക്, ഇപ്പുറത്ത് അതിനടിയിലേക്ക് ചെല്ലുന്ന തുരങ്കം. കാര്യം എന്തെന്നുറപ്പ്. കച്ചേരി കഴിഞ്ഞ് താങ്കളെ യാത്രയാക്കി ഞാൻ ബാങ്ക് ഡയറക്ടറെ ചെന്ന് കണ്ടു. തുരങ്കം പൂർത്തിയാക്കിയതോടെയാണ് ചെമ്പൻമുടി ഓഫീസ് പൊട്ടി ബോർഡും തൂക്കിയത്. വിൽസൺ അതും കയ്യിൽ വച്ചു. അപ്പോൾ അവരുടെ ഓപ്പറേഷൻ ഉടനെ എന്ന് വ്യക്തം. ശനിയാഴ്ച തന്നെ അത് നടക്കുമെന്നുറപ്പായി. അടുത്ത ദിവസം അവധിയായതിനാൽ ബാങ്ക് സംഭവം ആരും അറിയാതെ പോകും. കൃത്യം ചെയ്തവർക്ക് കടക്കുകയും ചെയ്യാം. അപ്പോൾ താങ്കൾ ഒരംശം പോലും വിട്ടുകളഞ്ഞില്ല. സമ്മതിച്ചിരിക്കുന്നു ഹോംസ്. താങ്കൾ അപാര മനുഷ്യൻ തന്നെ, വാട്സൺ പറഞ്ഞു. അന്യ ജീവനുതകി സ്വജീവിതം, ഹോംസ് പറഞ്ഞ് കോട്ടുവായിട്ടു.